ലബനോന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുതെന്ന് ഇറാനോട് ലബനോൻ പ്രസിഡന്റ് ജോസഫ് ഔൻ. ഇസ്രായേലുമായുള്ള സായുധ സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്രപരമായ പരിഹാരം മാത്രമാണ് മുന്നിലുള്ളതെന്ന് ഹിസ്ബുള്ളയോടും അദ്ദേഹം വ്യക്തമാക്കി. CNN നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ലബനോൻ പൂർണ്ണമായും തങ്ങളുടെ രാജ്യമാണെന്നും അവിടെ പുറത്തുനിന്ന് ഇടപെടാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന് യാതൊരു അധികാരവുമില്ലെന്നും ജോസഫ് ഔൻ തുറന്നടിച്ചു. അമേരിക്കയുമായുള്ള വിവിധ നയതന്ത്ര ചർച്ചകളിൽ വിലപേശാനുള്ള കേവലം ഒരു ഉപകരണമായി ലബനോനെ ഇറാൻ ഉപയോഗിക്കുകയാണ്. സ്വതന്ത്ര രാജ്യമായ ലബനന് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പശ്ചിമേഷ്യൻ വിഷയത്തിൽ തങ്ങളുടേതായ തീരുമാനങ്ങളുണ്ടെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. എന്നാൽ പ്രസിഡന്റിന്റെ വിമർശനങ്ങൾക്ക് പിന്നാലെ മറുപടിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. ലബനോനെ ഒരു വിലപേശൽ ഉപകരണമായി കണ്ടിരുന്നെങ്കിൽ ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയുമായി നിർണായക കരാറിൽ എത്തുമായിരുന്നു എന്ന് അദ്ദേഹം പ്രതികരിച്ചു. ജോസഫ് ഔനിന്റെ വാക്കുകൾ കേട്ടാൽ ലബനോന്റെ വിസ്തൃതിയുടെ 1/5 ഇറാൻ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും ജനസംഖ്യയുടെ 1/4 ആളുകളെ കുടിയൊഴിപ്പിച്ചെന്നും തോന്നും. കൂടാതെ രാജ്യത്തെ ദിവസവും ബോംബാക്രമണം നടത്തുന്നതും ഇറാനാണെന്ന് ലോകം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. യഥാർത്ഥ ശത്രുക്കളിൽ നിന്ന് സ്വന്തം രാജ്യത്തെ രക്ഷിക്കാനാണ് പ്രസിഡന്റ് ശ്രമിക്കേണ്ടത് എന്നും അബ്ബാസ് അരാക്ചി എക്സിൽ കുറിച്ചു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി അതിശക്തമായ ബോംബാക്രമണങ്ങളും വിപുലമായ കരയുദ്ധവുമാണ് ഇസ്രായേൽ സൈന്യം ലബനനിൽ നടത്തിയത്. തുടർന്ന് വാഷിംഗ്ടണിൽ വെച്ച് ലബനോന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ ഒരു സുപ്രധാന വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയിരുന്നു. ഹിസ്ബുള്ള പൂർണ്ണമായും തങ്ങളുടെ സായുധ ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തൽ സാധ്യമാകൂ എന്നാണ് ഈ പുതിയ കരാറിൽ പറയുന്നത്. എന്നാൽ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതിനെ കുറിച്ച് ഇതിൽ പരാമർശിച്ചില്ല. ലബനോന്റെ പോരാട്ടവും ഗൾഫ് മേഖലയിലെ യുദ്ധവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് ഇറാന്റെ നിലപാട്. ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ നിരുപാധികം പിൻവലിക്കണമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പ്രശ്ന പരിഹാരത്തിന് സമാധാന ചർച്ചകൾ മാത്രമാണ് ഏക വഴിയെന്ന് ഹിസ്ബുള്ള മനസ്സിലാക്കണമെന്ന് ജോസഫ് ഔൻ വ്യക്തമാക്കി. നയതന്ത്ര ഇടപെടലിലൂടെ മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ. ലബനനിലെ സായുധ ജനങ്ങൾ ഹിസ്ബുള്ള തലവൻ നയീം കാസിമിന്റെ സ്വന്തം ആളുകളല്ല. മിക്കവാറും എല്ലാ പൗരന്മാർക്കും നിരന്തര യുദ്ധം മടുത്തു കഴിഞ്ഞു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വാഷിംഗ്ടണിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ നിർദ്ദേശം കഴിഞ്ഞ ദിവസം നയീം കാസിം തള്ളിയിരുന്നു. ഇതിനു പുറമെ ഏപ്രിൽ 17 വെടിനിർത്തൽ കരാറും ഇരു വിഭാഗവും പാലിച്ചിട്ടില്ല. അതേസമയം രാജ്യം മുഴുവൻ തകർക്കാൻ കഴിഞ്ഞാലും ഇസ്രായേലിന് അവരുടെ അന്തിമ ലക്ഷ്യം നേടാൻ കഴിയില്ലെന്ന് ലബനോൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിലെ ഗാസയിൽ അവർ ഇത് പരീക്ഷിച്ചതാണ്. എന്നാൽ ഹമാസ് ഇപ്പോഴും അവിടെ മുൻപത്തേക്കാൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. 1975 മുതൽ 1990 വരെ നീണ്ടുനിന്ന വലിയ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ആയുധങ്ങൾ അടിയറവ് വെക്കാൻ തയ്യാറാകാത്ത ഒരേ ഒരു ലബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള. തെക്കൻ ലബനോനിലെ നിരന്തര ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പോരാടാനാണ് ആയുധങ്ങൾ കൈവശം വെക്കുന്നതെന്നാണ് സംഘത്തിന്റെ വിശദീകരണം. ഇസ്രായേലുമായുള്ള ദീർഘകാല സായുധ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ രാജ്യത്തിന് മികച്ച അവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നം രാജ്യത്തിനകത്ത് തന്നെ പരിഹരിക്കേണ്ട ബാധ്യത ലബനനുണ്ട്. ഇത് ഭരണകൂടത്തിന്റെ പ്രധാന ചുമതലയുമാണ്. എന്നാൽ ഹിസ്ബുള്ള ആയുധം ഏന്തുന്നതിന്റെ അടിസ്ഥാന കാരണം ഇല്ലാതാക്കുക എന്ന ഒറ്റ വ്യവസ്ഥയിലാണ് ഇത് പ്രായോഗികമായി സാധ്യമാകുക. ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്മാറുകയും സംഘർഷം അവസാനിപ്പിക്കുകയും വേണം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഭരണകൂടം രാഷ്ട്രീയ സന്നദ്ധത കാണിക്കണം. ലബനോൻ അതിന് സജ്ജമാണെന്നും സമാനമായ നിലപാട് ഇസ്രായേലിനുണ്ടോ എന്നും ജോസഫ് ഔൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.